short time ago, the United States military began major combat operations in Iran. പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക സംഘർഷം ആരംഭിച്ചതോടെ ലോകം ഉറ്റുനോക്കുന്നത് സ്വർണ്ണവിലയിലേക്കാണ്. ഒറ്റ ദിവസം കൊണ്ട് പവന് 5000 രൂപയിലധികം വർദ്ധിച്ച് കേരളത്തിൽ സ്വർണ്ണവില 1,23,000 രൂപയും കടന്ന് കുതിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒരു യുദ്ധം നടക്കുമ്പോൾ സ്വർണത്തിന് ഇത്രയധികം വില കൂടുന്നത്? അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $5,300 അടുക്കുകയാണ്. ഇതിന്റെ പ്രധാന കാരണം സ്വർണത്തെ ഒരു സേഫ് ഹെവൻ അഥവാ സുരക്ഷിത നിക്ഷേപമായി ലോകം കാണുന്നു എന്നതുകൊണ്ടാണ്. യുദ്ധം പോലുള്ള അനിശ്ചിതാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഓഹരി വിപണികൾ തകരാനും കറൻസികളുടെ മൂല്യമിടിയാനും സാധ്യതയുണ്ട്. ഈ ഘട്ടത്തിൽ നിക്ഷേപകർ തങ്ങളുടെ പണം സുരക്ഷിതമാക്കാൻ ഓഹരികളിൽ നിന്നും പിൻവലിച്ച് സ്വർണത്തിലേക്ക് മാറ്റും. ഡിമാൻഡ് വർദ്ധിക്കുന്നതോടെ സ്വാഭാവികമായി വിലയും ഉയരുന്നു. ഇറാൻ അമേരിക്ക സംഘർഷം മുറുകുന്നത് ക്രൂഡ് ഓയിൽ വിലയും ബാധിക്കും കേട്ടോ. ഇത് ആഗോളതലത്തിൽ പണപ്പെരുപ്പം വർദ്ധിപ്പിക്കും. പണപ്പെരുപ്പത്തെ പ്രതിരോധിക്കാൻ ഏറ്റവും മികച്ച മാർഗം സ്വർണമാണെന്ന് നിക്ഷേപകർ വിശ്വസിക്കുന്നു. ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ തിങ്കളാഴ്ച വ്യാപാരം ആരംഭിക്കുമ്പോൾ സ്വർണ്ണവില ഇനിയും ഉയരാനാണ് സാധ്യതയെന്നാണ് വിപണി വിദഗ്ധനായ അനൂജ് ഗുപ്ത നിരീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ 10 ഗ്രാം സ്വർണത്തിന് 1,70,000 രൂപ വരെ എത്തിയേക്കാമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സ്വർണത്തിന് മാത്രമല്ല വെള്ളിക്കും റെക്കോർഡ് വിലയാണ് പ്രവചിക്കപ്പെടുന്നത്. രാജ്യാന്തര വിപണിയിൽ വെള്ളി ഔൺസിന് $100 കടന്നാൽ കേരളത്തിൽ 1 കിലോ വെള്ളിയുടെ വില 3 ലക്ഷം രൂപ വരെയാകാൻ സാധ്യതയുണ്ട്. നിലവിൽ നിഫ്റ്റി ഉൾപ്പെടെയുള്ള ഓഹരി വിപണികൾ തളർച്ച നേരിടുമ്പോൾ ലോഹമെന്ന നിലയിൽ സ്വർണത്തിന് ലഭിക്കുന്ന ഈ അമിത സ്വീകാര്യത വരും ദിവസങ്ങളിലും തുടർന്നേക്കും. ചുരുക്കത്തിൽ ഡിപ്ലോമാറ്റിക് ചർച്ചകൾ പരാജയപ്പെടുകയും യുദ്ധം ശക്തമാവുകയും ചെയ്താൽ സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്കപ്പുറത്തേക്ക് സ്വർണ്ണവില ഉയരാൻ സാധ്യതയുണ്ട്.